Welcome to Electrochemistry, Section 4, Batteries. ഈ ടോപ്പിക്കിലെ 4ാമത്തെ ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 56. വാട്ട് ആർ ഫ്യുവൽ സെൽസ്? നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫ്യുവൽ സെൽസിനെ കുറിച്ചാണ്. ആൻസർ നോക്കൂ. ഫ്യുവൽ സെൽസ് ആർ ഗാൽവനിക് സെൽസ് ഇൻ വിച്ച് ദ എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യുവൽസ് ഈസ് ഡയറക്റ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളെയാണ് ഗാൽവനിക് സെൽസ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഫ്യുവൽ സെൽസ് എന്ന് പറഞ്ഞാൽ ഗാൽവനിക് സെൽസ് ആണ്. ഇന്ധനങ്ങൾ കത്തുമ്പോൾ കിട്ടുന്ന എനർജി ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും. ഇന്ധനങ്ങൾ കത്തുമ്പോൾ കിട്ടുന്ന എനർജി ഡയറക്റ്റായി ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകളാണ് ഫ്യുവൽ സെൽസ്. ഫ്യുവൽ സെൽസ് ആർ ഗാൽവനിക് സെൽസ് ഇൻ വിച്ച് ദ എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യുവൽസ് ഈസ് ഡയറക്റ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇവിടെയുള്ള കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇന്ധനങ്ങൾ കത്തുന്നതാണ്. അപ്പോൾ ഇന്ധനങ്ങൾ കത്തുമ്പോൾ കിട്ടുന്ന എനർജി ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഗാൽവനിക് സെൽസ് ആണ് ഫ്യുവൽ സെൽസ്. സാധാരണ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്യുവൽസ് യൂസ്ഡ് ആർ ഹൈഡ്രജൻ, മീഥെയ്ൻ, മെഥനോൾ. ഇതൊക്കെയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ. വളരെ പ്രശസ്തമായ ഒരു ഫ്യുവൽ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ. Question number 57. Give reactions in hydrogen oxygen fuel cell. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഡയഗ്രാം ശ്രദ്ധിക്കൂ. ആനോഡ് കാർബൺ ഇലക്ട്രോഡാണ് ആനോഡും കാഥോഡും. അത് പോറസ് ഇലക്ട്രോഡുകളാണ്. പോറസ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങളുള്ള ഇലക്ട്രോഡുകളാണ്. ഈ ഇലക്ട്രോഡുകളിൽ പ്ലാറ്റിനമോ പല്ലേഡിയമോ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്ലാറ്റിനവും പല്ലേഡിയവും അടങ്ങിയ കാർബൺ ഇലക്ട്രോഡുകൾ, പോറസ് കാർബൺ ഇലക്ട്രോഡുകളാണ് ആനോഡും കാഥോഡും. ആനോഡും കാഥോഡും പോറസ് കാർബൺ ഇലക്ട്രോഡുകളാണ്. They are incorporated with catalysts like platinum or palladium. ഏതെങ്കിലും ഒന്ന് മതി, പ്ലാറ്റിനം ഓർ പല്ലേഡിയം. ഇനി നോക്കൂ, ലെഫ്റ്റ് സൈഡിലൂടെ ഹൈഡ്രജൻ ഗ്യാസ് വരുന്നുണ്ട്, റൈറ്റ് സൈഡിലൂടെ ഓക്സിജൻ ഗ്യാസ് വരുന്നുണ്ട്. ഈ ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും ഈ ഇലക്ട്രോഡുകളിലൂടെ സഞ്ചരിച്ച് കടന്ന് സെൻട്രൽ കമ്പാർട്ട്മെൻറ്റിലുള്ള ഇലക്ട്രോലൈറ്റിലെത്തും. ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ കലക്കിയ സോഡിയം ഹൈഡ്രോക്സൈഡോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ ആണ്. അപ്പോൾ സെൻറ്റർ കമ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അത് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. ഇലക്ട്രോഡുകളായി ഉപയോഗിക്കുന്നത് പോറസ് കാർബൺ ഇലക്ട്രോഡുകളാണ്. ഈ ഇലക്ട്രോഡുകളുടെ ഉള്ളിൽ പ്ലാറ്റിനം അല്ലെങ്കിൽ പല്ലേഡിയം ഉണ്ടായിരിക്കും. ഹൈഡ്രജനും ഓക്സിജനും ഇലക്ട്രോഡുകളിലൂടെ കടന്ന് ഈ സെൻട്രൽ പോർഷനിൽ വെച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ വെച്ചാണ് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കൂടിച്ചേരുന്നത്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കൂടിച്ചേരുന്നതാണ് റിയാക്ഷൻ. ബൈ പ്രൊഡക്റ്റ് വാട്ടറാണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ബൈ പ്രൊഡക്റ്റായി കിട്ടുന്നത് വാട്ടറാണ്. ഇതാണ് ഫ്യുവൽ സെല്ലിലെ നെറ്റ് റിയാക്ഷൻ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലിലെ നെറ്റ് റിയാക്ഷൻ ഇതാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്ന് ജലമുണ്ടാകുന്നു. എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഈ ചിത്രം ഒന്ന് വരയ്ക്കാൻ പഠിക്കണം. ബാക്കി കാര്യങ്ങൾ താഴെ എഴുതിയിട്ടുണ്ട്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ
നമുക്കറിയാം ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യുന്നു. ഉണ്ടോ? ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യുന്നു. ആനോഡ് ഈസ് ദ ഇലക്ട്രോഡ് വേർ ഓക്സിഡേഷൻ ഒക്കേഴ്സ്. ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. ആരൊക്കെയാണ് ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? H2 ഹൈഡ്രജൻ ഗ്യാസാണ്. OH- അത് ഇലക്ട്രോലൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. സോഡിയം ഹൈഡ്രോക്സൈഡോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ ആണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. പ്രൊഡക്റ്റ് വാട്ടറാണ്. പിന്നെ 4 ഇലക്ട്രോൺ. ഇക്വേഷൻ 10 തവണ എഴുതി പഠിക്കണം. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഈ 4 ഇലക്ട്രോണുകളെ യൂട്ടിലൈസ് ചെയ്യും. നോക്കൂ, 4 ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഓക്സിജനും വാട്ടറും. കിട്ടുന്ന പ്രൊഡക്റ്റ് ഹൈഡ്രോക്സിൽ അയോണാണ്, OH-. ഓവറാൾ റിയാക്ഷൻ എഴുതാൻ എളുപ്പമാണ്. എങ്ങനെയാണ് ഓവറാൾ റിയാക്ഷൻ എഴുതുക? ആനോഡിലെ റിയാക്ഷനും കാഥോഡിലെ റിയാക്ഷനും ആഡ് ചെയ്യുക, കൂട്ടുക. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക, അതിനുശേഷം റൈറ്റ് സൈഡ് ആഡ് ചെയ്യുക. നമുക്കറിയാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്ത് പോവും, OH- ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി കിട്ടുന്നത് 2H2 + O2 gives 2H2. ഇതാണ് ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന നെറ്റ് റിയാക്ഷൻ. ഇത് പഠിച്ചു വെക്കണം. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന നെറ്റ് റിയാക്ഷൻ എന്താണ്? 2H2 + O2 gives 2H2. ഇനി ആ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ദ സെൽ കൺസിസ്റ്റ് ഓഫ് പോറസ് കാർബൺ ഇലക്ട്രോഡ്, അല്ലേ? പോറസ് കാർബൺ ഇലക്ട്രോഡ്സ് which are incorporated with catalysts like finely divided platinum or palladium. അപ്പോൾ സുഷിരങ്ങളുള്ള കാർബൺ ഇലക്ട്രോഡുകളാണ് ആനോഡും കാഥോഡും, അതായത് ഇലക്ട്രോഡുകൾ. ഇതിൻ്റെ കൂടെ എന്തുണ്ട്? നന്നായി പൊടിച്ച, ഫൈനലി ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ നന്നായി പൊടിച്ച പ്ലാറ്റിനമോ അല്ലെങ്കിൽ പല്ലേഡിയമോ ഉണ്ടായിരിക്കും കാറ്റലിസ്റ്റ് ആയിട്ട്. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ബബിൾഡ് ത്രൂ ദ ഇലക്ട്രോഡ്സ് ഇൻ ടു ദ ഇലക്ട്രോലൈറ്റ്. ഹൈഡ്രജനും ഓക്സിജനും ഈ ഇലക്ട്രോഡുകളിലൂടെ കടന്ന് ഇലക്ട്രോലൈറ്റിലേക്ക് എത്തും. ഇലക്ട്രോലൈറ്റ് ആരാണ്? വിച്ച് ഈസ് അൻ അക്വസ് സൊല്യൂഷൻ ഓഫ് NaOH ഓർ KOH. അപ്പോൾ ഡയഗ്രാം നോക്കി, റിയാക്ഷൻസ് നോക്കി, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. ഇനി 1-2 പോയിന്റുകൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യൂ. ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് 70%. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ 70% ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. whereas the efficiency of thermal plants is about 40%. തെർമൽ പ്ലാന്റ്സിൽ കൽക്കരിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്നും 40% കൺവേർഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. തെർമൽ പ്ലാന്റുകളേക്കാൾ കൂടുതൽ എഫിഷ്യൻ്റ് ആണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. അതായത് കൂടുതൽ കറണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി 1-2 നോട്ടുകൾ കൂടി നോക്കൂ. ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ഇലക്ട്രിസിറ്റി ടു ദി അപ്പോളോ സ്പേസ് പ്രോഗ്രാം. അമേരിക്കയുടെ പരിവേഷണ വാഹനമായ അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് നമുക്കറിയാം, ശുദ്ധമായ വെള്ളമാണ്. ഈ വെള്ളമാണ് അസ്ട്രോനട്ടുകൾ, അതായത് ബഹിരാകാശ യാത്രികർ കുടിക്കാൻ ഉപയോഗിച്ചിരുന്നത്. The water vapors produced during the reaction were condensed and supplied to astronauts for drinking purposes. അപ്പോൾ ഈ റോക്കറ്റിലുള്ള ശാസ്ത്രജ്ഞർ കുടിച്ചിരുന്നത് ഈ വെള്ളമായിരുന്നു. ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്ന വാട്ടർ വേപ്പേഴ്സ്, അതായത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ ഉണ്ടാകുന്ന വാട്ടർ വേപ്പേഴ്സ് കണ്ടൻസ് ചെയ്ത് വെള്ളമാക്കി ആ വെള്ളം ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ അഡീഷണൽ പോയിന്റ്സ് ആണ്. ഇതൊന്ന് നോക്കി വെച്ചാൽ നല്ലതാണ്. അടുത്ത പോയിന്റ്, ഗീവ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽസ്. ഫ്യൂവൽ സെൽസിൻ്റെ മേന്മകൾ, മെറിറ്റുകൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, പൊല്യൂഷൻ ഫ്രീ. ഇത് പൊല്യൂഷൻ ഫ്രീ ആണ്. കാരണം ഹൈഡ്രജനും ഓക്സിജനും കത്തിച്ചാൽ കൂടിച്ചേരുമ്പോൾ പ്യുവർ വാട്ടറാണ് ബൈ പ്രൊഡക്റ്റ്. കൽക്കരി കത്തിക്കുമ്പോൾ ധാരാളം റെസിഡ്യൂ ഉണ്ടാവും, ഹാംഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും, ആഷ് ഉണ്ടാവും. ഇവിടെ അങ്ങനെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള യാതൊരു പ്രൊഡക്ട്സും ഇല്ല. സോ ഇറ്റ് ഈസ് പൊല്യൂഷൻ ഫ്രീ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ഈസ് പൊല്യൂഷൻ ഫ്രീ. നോ ഹാംഫുൾ പ്രൊഡക്ട്സ് ആർ ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. ഹൈ എഫിഷ്യൻസി, നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് അബൌട്ട് 70%, whereas the efficiency of thermal plants is about 40%. 70% എഫിഷ്യൻസി ഉണ്ട്.
കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എനർജി അല്ലെങ്കിൽ കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് എനർജി. ഇറ്റ് റൺസ് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്ടൻസ് ആർ സപ്ലൈഡ്. റിയാക്ടൻസ് കൊടുത്തിരിക്കുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യും. അതായത് ഒന്നിച്ച് കത്തിത്തീരുകയല്ല ചെയ്യുന്നത്. ഹൈഡ്രജൻ ഓക്സിജനും കൊടുത്തിരിക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേബിളായിട്ട് ബേൺ ചെയ്യും. അതുകൊണ്ട് തുടർച്ചയായിട്ട് എനർജി നമുക്ക് കിട്ടും. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എനർജി നമുക്ക് കിട്ടും. സോ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എൻഷുവേഴ്സ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എനർജി അല്ലെങ്കിൽ കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് എനർജിയാണ്. ഇറ്റ് റൺസ് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്ടൻസ് ആർ സപ്ലൈഡ്. ഇതൊക്കെയാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൻ്റെ മേന്മകൾ. ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് ഇത് എക്സ്പെൻസീവ് ആണെന്ന് മാത്രം. ബാക്കിയെല്ലാം മെറിറ്റുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. അതിൻ്റെ ഡയഗ്രാം പരിശോധിച്ചു, അതിലെ റിയാക്ഷൻസ് നോക്കി, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു, മെറിറ്റ്സ് നോക്കി. ഇതെല്ലാം നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ബൈ.